1948-ൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമാകുന്നതിനു മുമ്പ് പലസ്തീൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടായിരുന്നില്ല. ചരിത്രപരമായി ഈ ദേശം ഇസ്രായേൽ, കനാൻ അല്ലെങ്കിൽ ജൂഡിയ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. പിന്നീട് വ്യത്യസ്ത സാമ്രാജ്യങ്ങൾക്ക് കീഴിൽ ഇത് പലസ്തീൻ എന്ന് വിളിക്കപ്പെട്ടു. പക്ഷേ ഒരിക്കലും ഒരു പരമാധികാര രാജ്യമായിരുന്നില്ല. നൂറ്റാണ്ടുകളായി ഈ പ്രദേശം വിദേശ ശക്തികളാൽ ഭരിക്കപ്പെട്ടു. റോമാക്കാർ, ബൈസന്റൈനുകൾ, ഇസ്ലാമിക് ഖിലാഫത്തുകൾ, കുരിശുയുദ്ധക്കാർ, ഓട്ടോമന്മാർ. തുടർന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തീൻ 1920 1948 പ്രകാരം ബ്രിട്ടീഷുകാർ. ഈ സമയത്ത് പലസ്തീൻ എന്ന പേര് ഒരു ഭൂമിശാസ്ത്രപരമായ പദവിയായിരുന്നു, ഒരു ദേശീയ രാഷ്ട്രമായിരുന്നില്ല. അവിടെ താമസിക്കുന്ന അറബ് ജനതയെ പ്രധാനമായും വിശാലമായ അറബ് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞു, ഒരു പലസ്തീൻ രാഷ്ട്രത്തിന്റെ പൗരന്മാരായിട്ടല്ല. വ്യത്യസ്തമായ ഒരു പലസ്തീൻ ദേശീയ സ്വത്വത്തെക്കുറിച്ചുള്ള ആശയം കൂടുതൽ ശക്തമായി വികസിച്ചത് 20 നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് 1948-ൽ ഇസ്രായേൽ സ്ഥാപിതമായതിനുശേഷം മാത്രമാണ്.